ഇഫ് യു ആർ പ്ലാനിങ് ഫോർ ദാറ്റ്, നിങ്ങൾ എന്തായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക? പല കുട്ടികളും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭയങ്കര രസമുള്ളതാണ്. അതായത് ക്ലാസ് റൂമിൽ AC ഉണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ്. റിവിഷന്റെ ടൈമിലൊക്കെ വന്നിട്ട് കുട്ടികൾ ചോദിക്കുന്നത്, എനിക്ക് ഫുൾ ടോപ്പിക്കിന്റെ ക്ലാസ് വേണം, ബട്ട് എന്താണ് ഈ 4 months അത് കഴിയണം. നിങ്ങളുടെ റിസൾട്ട്സ്, അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടി, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നതാര്, റിസൾട്ട് എന്ത് എന്നതിനേക്കാൾ ഉപരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു നീറ്റ് ആസ്പിരന്റ് ആണ്, അല്ലെങ്കിൽ ഒരു JEE ആസ്പിരന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ +1 +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു തോട്ട് ഉണ്ട്. അതായത് എനിക്കിത് കഴിഞ്ഞതിന് ശേഷം ഇന്ന കോഴ്സിന് പോകണം എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, ഓക്കെ, അലോങ് വിത്ത് മൈ +1 or +2 ഞാൻ എന്ത് ചെയ്യാം, നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇത് മാത്രമാണ്, നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുക? അതായത് നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സെന്ററിൽ പോയി പഠിക്കണമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് പഠിക്കണമെന്നോ എന്തെങ്കിലും ഒരു പ്ലാൻ ഇടുമ്പോൾ, ഇഫ് യു ആർ പ്ലാനിങ് ഫോർ ദാറ്റ്, നിങ്ങൾ എന്തായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക? ഇതെന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് എൻക്വയറി കോൾസ് വരുന്ന സമയത്ത് ഒരു ഹ്യൂജ് ഡിഫറൻസ് കാണാനുണ്ട്. എൻക്വയറി കോൾസിൽ പല കുട്ടികളും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭയങ്കര രസമുള്ളതാണ്. ചില സമയത്ത് കുട്ടികളായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ ചില സമയത്ത് പാരന്റ്സ് ആയിരിക്കും വിളിക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈം പാരന്റ്സ് വിളിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് ഏതാണ് ടൈം വരുന്നത്, അല്ലെങ്കിൽ ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഹൈബ്രിഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടാണോ, ഓൺലൈൻ ആയിട്ടാണോ, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് മെജോറിറ്റി പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വരും. എന്നാൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് വരുന്ന രസകരമായ 2-3 ചോദ്യങ്ങളുണ്ട്. അതായത് ക്ലാസ് റൂമിൽ AC ഉണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ്. ചില കുട്ടികൾ ചോദിക്കുന്നത് ക്ലാസ്സിൽ ഇന്ററാക്റ്റീവ് പാനൽ ഉണ്ടോ? ചില കുട്ടികൾ ചോദിക്കുക, ക്ലാസിന്റെ ഫോട്ടോസ് ഒന്ന് അയച്ചു തരുമോ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫോട്ടോസ് അയച്ചു തരും. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് കുറെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഇതില് കുട്ടികളുടെ പിന്നെ ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ജോയിൻ ചെയ്തിട്ട് അവർ ചോദിക്കുന്നത് വെച്ചാൽ, എനിക്ക് ഫുൾ ടോപ്പിക് കിട്ടുമോ? അതായത് ഒരു വർഷത്തെ ആ ഒരു കോച്ചിങ് പീരീഡിലുള്ള സമയത്ത് ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പോൾ ഒരു 4 months മുമ്പൊക്കെ വന്നിട്ട് ഒരു റിവിഷന്റെ ടൈമിലൊക്കെ വന്നിട്ട് കുട്ടികൾ ചോദിക്കുന്നത്, എനിക്ക് ഫുൾ ടോപ്പിക്കിന്റെ ക്ലാസ് വേണം, ബട്ട് എന്താണ് ഈ 4 months അത് കഴിയണം. ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ കുട്ടികൾ പറയലുണ്ട്. എനിവേ, ഇതിന് കുറച്ചു കാലം മുമ്പ് വരെ പാരന്റ്സും കുട്ടികളും ഒരുപോലെ ചോദിച്ചിരുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇപ്പൊ ആ ചോദ്യം ഇല്ല. ഈ മെജോറിറ്റി ഓഫ് സ്ഥലങ്ങളിലും അങ്ങനത്തെ ഒരു ചോദ്യം ഇല്ല. അപ്പം ചില ആൾക്കാർ ചോദിക്കാം, ഫിസിക്സ് എടുക്കുന്ന സാറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, കെമിസ്ട്രി എടുക്കുന്ന സാറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്. അപ്പൊ അവർക്ക് അറിയണം, അവരുടെ കുട്ടീനെ പഠിപ്പിക്കാൻ പോകുന്ന സാറ് അതിന് കേപ്പബിലിറ്റി ഉള്ള ആളാണോ, ക്വാളിഫിക്കേഷൻ ചോദിക്കും. രണ്ടാമതായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ റിസൾട്ട്സ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ റിസൾട്ട് ചോദിക്കുമ്പോൾ ഐ എം ജസ്റ്റ് സജസ്റ്റിംഗ് ദാറ്റ് എത്ര കുട്ടികൾ അവിടെ പഠിച്ചിരുന്നു എന്ന് ചോദിക്കണം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് 20 കുട്ടികളുണ്ടായിരുന്നു. ആ 20 കുട്ടികളിൽ നിന്ന് 5 കുട്ടികൾക്ക് കിട്ടി. അതായത് നല്ലൊരു കോഴ്സിന് നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് റിസൾട്ട്, നല്ല റിസൾട്ട് ആണത്. എന്നാൽ നിങ്ങൾ ചില സ്ഥലങ്ങളിൽ എന്താണ് 20,000 കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 25,000 കുട്ടികൾ ഉണ്ടാവും. അതിലൊരു 100 കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ കമ്പാരിസൺ മനസ്സിലാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മാറ്റം. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നതാര്, റിസൾട്ട് എന്ത് എന്നതിനേക്കാൾ ഉപരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുക? അത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഓരോ ഡിസ്കഷൻസ് നടത്താം. ഓക്കെ, താങ്ക് യു.